Watch India's largest kids library only on Jio Hotstar. Download the app now. John! ഇന്നാ പിടിച്ച എന്റെ സ്പെഷ്യൽ സ്മൈൽ പ്ലീസ് ഫോൺ. ഇതിനെ തറയിൽ അങ്ങ് എറിയേ, എന്നിട്ട് ആര് ഇതിനെ പൊക്കിയാലും ഇതിൽ അകത്തുനിന്ന് ഒരു ഒച്ച വരും, സ്മൈൽ പ്ലീസ്. എന്നിട്ട് അതിനകത്തുനിന്ന് ചില റേസ് ഇറങ്ങി ആ സ്മൈൽ ചെയ്യുന്നവരെ ഫ്രീസ് ചെയ്യും. എന്നിട്ട് നിനക്ക് അവരെ കൊള്ളയടിക്കാം. കുറച്ചു നേരത്തിനകം അവര് നോർമൽ ആവും, പക്ഷെ അവർക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. ഫോണ് വേറെ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഈ സ്മാർട്ട് ഫോൺ എല്ലാ സ്മാർട്ട് ഫോണിനെക്കാളും സ്മാർട്ട് ആണല്ലോ. ഇതെനിക്ക് തന്നതിന് വളരെ ഉപകാരം. താങ്ക് യു കൊണ്ട് കാര്യം നടക്കൂല. തരൂ എനിക്ക് 1 കോടി രൂപ. അതിനെന്താ, തീർച്ചയായും തന്നേക്കാം. ഈ ജോൺ അങ്ങനെ ആരെയും പറ്റിക്കത്തൊന്നുമില്ല. സാർ ഒരു കാര്യം ചെയ്യാ, ഈ ഫോൺ എടുത്ത് എനിക്ക് വേണ്ടി ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുക. കമോൺ സാറേ, ഒന്ന് വേഗാവട്ടെ. വല്ലതും നടക്കുമെന്ന് ഒന്ന് കാണാമല്ലോ. ബൈ ബൈ, എന്നാ പിന്നെ കാണാം. നിങ്ങൾ പിന്നെ എന്നെ ഒരു വീട്ടിയാക്കി മാറ്റി. ബോസ് ഈ ബോക്സർ വരുന്നു. അയാളുടെ കയ്യിൽ തീർച്ചയായിട്ടും പണമുണ്ടാകും. ഓക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോക്സറിനെ ചിരിപ്പിച്ച് അവന്റെ കാശ് മുഴുവനും അടിച്ചു മാറ്റണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് ആരുടെ ഫോണാ? ആരുടെ കയ്യിൽ നിന്നോ വീണ് പോയതാന്ന് തോന്നുന്നു. സാരമില്ല, എടുത്തേക്കാം. എന്നിട്ട് ചിങ്കൻ സാറിന് കൊടുത്തേക്കാം. നമ്പർ 1, നമ്പർ 2, വേഗം വിട്ടോടാ. അല്ല, ഞാൻ എന്തിനാ ഈ നടുരോട് നിൽക്കുന്നത്? അല്ല, എന്റെ വാച്ച് എവിടെ പോയി? പിന്നെ എന്റെ പഴ്സ് എല്ലാം ആരോടും കട്ടെടുത്തോണ്ട് പോയല്ലോ. പക്ഷെ എനിക്ക് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ലല്ലോ. ആ കള്ളനെ ഞാൻ എന്തായാലും പിടിച്ചിരിക്കും. എന്ത്, നിങ്ങളുടെ വണ്ടി മോഷണം പോയെന്നോ? എന്ത്, നിങ്ങളുടെ ബാഗ് മോഷണം പോയെന്നോ? എന്ത്, നിങ്ങളുടെ സ്വർണം പോയെന്നോ? ആരായിരിക്കും ഈ കള്ളൻ? എന്റെ അമ്മോ! ഫുർഫുറി നഗറിൽ ഒരു പ്രത്യേക രീതിയിൽ മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കള്ളൻ, എപ്പോ വരുന്നു, എപ്പോ പോകുന്നു എന്നൊന്നും മനസ്സിലാകുന്നില്ല. ആളുകളുടെ പേഴ്സ്, പണം എല്ലാം കളവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോരാതെ മോഷണം പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ അവരുടെ പോക്കറ്റ് അടിച്ചിരിക്കുകയാണെന്ന്. ഇത് കാരണം നമ്മുടെ ഇൻസ്പെക്ടർ ചിങ്കം വളരെ ബുദ്ധിമുട്ടിലാണ്. പിടിക്കുകയാണെങ്കിലും എങ്ങനെയാണ് കള്ളനെ പിടിക്കണമെന്ന് ആലോചിച്ചു. കള്ളൻ വളരെ തന്ത്രശാലിയാന്നാ തോന്നുന്നത്. മോട്ടു, എനിക്ക് ഷോപ്പിങ്ങിന് കൂടെ പോവാനുള്ളതാ. എല്ലാ തയ്യാറെടുപ്പോടും കൂടി വേണം വീടിന് പുറത്ത് പോവാൻ. നീ എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ കേൾക്ക്. ഈ ഫോൺ ആരുടെയാണ്? എടുക്കണോ വേണ്ടയോ? അല്ലെങ്കിൽ വേണ്ട, എടുത്തേക്കാം. ചിലപ്പോ ആ ഉടമസ്ഥന്റെ പേരെങ്ങാനും കിട്ടിയാലോ. ഇത് 10 നമുക്ക് കൊള്ളയടിക്കണം. ഇവന്റെയൊക്കെ വിചാരം വലിയ ബുദ്ധിമാനാണെന്നല്ലേ? ഈ ജോണൊന്നും ഒന്നും അല്ലല്ലോ. ഇവരൊന്നും ഒരു സംഭവമല്ലെന്ന് ഈ നാട്ടുകാരെ മൊത്തം നമുക്ക് അറിയിക്കണമടാ. ജോണിനോട് കളി വേണ്ട കേട്ടോ. ബോസ് ഒന്നുകൂടെ ആലോചിച്ചോ? പത്രുവിന്റെ കീശ മുറിക്കുന്നത് സിംഹത്തിന്റെ വായിൽ കൈയിടുന്നത് പോലെയാ. ഇവരൊന്നും ഇത്രക്ക് ബിൽഡപ്പിന്റെ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ കാണിച്ചു കൊടുക്ക.
നമ്പർ 1 നമ്പർ 2 എന്നെ രക്ഷിക്കടാ. എന്തോന്നാണ് വായി നോക്കി നിൽക്കുന്നത്? ഇതൊന്ന് വലിച്ചെടുക്ക. ഓ ഒന്ന് പയ്യെ വലിക്കട, എനിക്ക് വേദനിക്കുന്നു. ഞാനെന്താ ഇവിടെ നിൽക്കുന്നേ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ആ എലിക്കണികളൊക്കെ എവിടെ പോയി? അപ്പൊ കള്ളൻ വന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കള്ളന് പറ്റിയ പണി കിട്ടിയിട്ടുണ്ട്. ഞാനെല്ലാ തയ്യാറെടുപ്പോടും കൂടി വന്നത് വളരെ നന്നായി. ഞാൻ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എനിക്ക് യാതൊരു ഓർമ്മയും വരുന്നില്ലല്ലോ. എന്താ സംഭവിച്ചത്? എന്തൊക്കെ ഇവിടെ നടന്നത്? ഡോക്ടർ ജഡ്ക ഒന്ന് ആലോചിക്ക്. ആ കള്ളനെ എങ്ങനെയാ പിടിക്കുകയെന്ന്. ഓ എന്റെ പത്തലു, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആ കള്ളൻ എല്ലാവരെയും ഹിപ്നോട്ടിസ് ചെയ്ത് അവരുടെ പക്കൽ നിന്നും മോഷ്ടിക്കുകയാണ്. അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. വേഗം വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ ഫ്ലൈയിങ് കാറില് സിറ്റി മുഴുവനും കള്ളനെ അരിച്ചു പെറുക്കാം. ദേ നോക്ക്, കള്ളൻ അവിടെ തന്നെയുണ്ട്. പക്ഷെ അവൻ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ജഡ്ക കുറച്ച് അടുത്തേക്ക് പോയി നോക്ക്. വിടൂ, അവന്റെ അടുത്തേക്ക് വിടൂ. എന്റെ ഊഹം ശരിയാണ്. ഇത് ജോൺ തന്നെയാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കാം അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എല്ലാം ഊരിയെടുത്തേക്കാം. ജോൺ, ഇപ്പൊ നീ കുടുങ്ങി. കാരണം മോട്ടു നിന്റെ അടുത്ത് തന്നെയുണ്ട്. മോട്ടു ഒന്ന് നിൽക്ക. ഇത്ര വേഗം പണി കൊടുക്കരുത്. ജോണിന്റെ വീട്ടിൽ ചെന്ന് നമുക്ക് അവനുള്ള മരുന്ന് കൊടുക്കാം. നൂറ് 200 സംഭവം കൊള്ളാം. നല്ല കളക്ഷൻ ആയിരുന്നു. വെരി ഗുഡ്. എന്റെ ഫോൺ എവിടെയാണ്? ഫോൺ കാണുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് നിലത്ത് വീണത്? ബോസ് ബോസ്, ഇത് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? എന്തിനാ ഫോൺ എടുത്തത്? ഞങ്ങള് വന്ന കാര്യങ്ങാനും ജോറിനോട് പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരും ഞങ്ങളെ എടുത്തിട്ട് പിഴിഞ്ഞ് ഉണക്കി അച്ചാറിടും. എന്റെ ശരീരത്ത് എങ്ങനെയാണ് ഇടിയുടെ പാടുകളൊക്കെ വന്നത്? ആരോ എന്നെ ശരിക്കും എടുത്തിട്ട് പെരുമാറിയത് പോലെയുണ്ടല്ലോ.
അല്ല ഈ കണ്ണാടിയൊക്കെ ഇവിടുന്ന് വന്നത്? താടി വെച്ച മേഡം, ഹലോ മേഡം, നിങ്ങൾ ആരാണ്? ബോസ്, ഈ മാഡം ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെയാ. മോട്ടും പത്തിലുമാ നിങ്ങൾ എങ്ങനെ ആക്കിയത്? ആ വാനിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി ഈ പരുവത്തിലാക്കി. ജോണേ, മര്യാദയ്ക്ക് ഫോൺ എടുത്തോ. ദേ നോക്കത് താഴെയുണ്ട്. അല്ലെങ്കിൽ നിനക്ക് നല്ല പെട കിട്ടും. ശരി ശരി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, അറിയാമല്ലോ, എംപോസിബിൾ. അവനെ പൊക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോ. ഹേയ്. Watch India's largest kids library only on Geo Hotstar. Download the app now.